ഹലോ ഗായ്സ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിട്ട് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്റെ ബർത്ത്ഡേ ആണ് ലിച്ചുകുട്ടി. അപ്പൊ അതുകൊണ്ട് എന്റെ അനിയൻ ഞങ്ങൾക്ക് ഒരു പിസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ പടം എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും കേട്ടോ. അവളെ എനിക്കൊരു സൂപ്പർ ഒരു പടം വരച്ചിരുന്നു, അവളെ മനസ്സിലുള്ള പടം. അപ്പൊ അതെല്ലാം ഉണ്ട്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എന്റെ അനിയനുമായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടടിച്ച് പൊളിക്കാം, പിസയൊക്കെ തിന്നണം. ഓക്കെ, അപ്പം ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ വെൽക്കം ചെയ്യുന്നു ഗായ്സ്. അപ്പൊ ബാക്കി എല്ലാ വിശേഷം വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ആദ്യം എന്തിനാണ് ആദ്യം കുറച്ച് ചൂടുവെള്ളം, അതിനുശേഷം ഒരു സ്പൂൺ പഞ്ചസാര. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും ഒരു സ്പൂൺ പഞ്ചസാര കൂടി. എന്നിട്ട് നമ്മളൊരു ഈസ്റ്റ് വാങ്ങിച്ചോണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത ഈസ്റ്റ് പൊട്ടിച്ചൊഴിക്കുകയാണ് ഗൈസ്. കണ്ട, എന്തൊരു ഈസ്റ്റ്? അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കലക്കണം. ഒന്ന് നല്ല വൈകി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലിച്ചു വന്ന് തൊട്ട് ഇങ്ങനെ ഏറൊക്കെ കയറിയല്ലേ, ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് നല്ല ഇതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ 15 മിനിറ്റത്തേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കളിയായിരുന്നു മുകളിൽ. അപ്പോൾ ആ പരിപാടി നടക്കണമുണ്ട്. അവ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. അപ്പോൾ എന്താ, നമ്മുടെ ഉള്ളി, തക്കാളി, വറ്റൽ മുളക്, ഇതെല്ലാം നമ്മുടെ പിസയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ പുതിയ ഫാഷൻ ലൈറ്ററാണ്. ഓ എൻ്റെ പൊന്നോ, എൻ്റെ കയ്യിലൊക്കെയാണ് ഇത് കിട്ടിയെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് ചത്താനെ. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ എൻ്റെ അടുത്ത് എന്നെ പറ്റിച്ച് എന്തിനാണ് വെള്ളം ഒഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കുനുകുന അരിഞ്ഞ സവാള, കുനുകുന അരിഞ്ഞ തക്കാളി, പിന്നെ കുനുകുന അരിഞ്ഞ എന്തിനൊക്കെയോ ഇല്ല എടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട്. അതിന് വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് അല്ലേ. ഓ, എനിക്ക് മനസ്സിലായി, നീ മറ്റേ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കിടന്നിങ്ങനെ ഇതെല്ലാം കുനുകുന അതിൻ്റെ അകത്തിട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, എൻ്റെ വല്യമ്മ, അതായത് അമ്മയുടെ സഹോദരി ഇവിടെ ഗിഫ്റ്റ് കൊണ്ട് തന്നെന്താണെന്ന് വെച്ചാൽ എയർ ഫ്രയറാണ്. അപ്പം നമ്മളിന്ന് എയർ ഫ്രയർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ലിച്ചുകുട്ടിക്ക് പിസ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ പിസയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ വല്യമ്മ ഇതെന്തായാലും കാണണം വല്യമ്മ, നമ്മളിന്ന് പിസ ഉണ്ടാക്കി കാണിച്ചു തരും. ഓക്കെ, സക്സസ് ആവോ എന്തോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇന്ന് പിസ ഉണ്ടാക്കി വല്യമ്മയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഗംഭീരമായി പിസ ഉണ്ടാക്കുന്നു. അപ്പോൾ പിസ ഇന്നെൻ്റെ ബർത്ത്ഡേയും കൂടി അല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിസ എങ്കിലും മുറിച്ച് ആഘോഷിക്കുന്നതാണ് അല്ലേ ലിച്ചുകുട്ടി? ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. നമ്മളുടെ ഇത് ഇങ്ങനെ കളകള തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ കേട്ടോ ലിച്ചുകുട്ടി, നിന്റെ മാമച്ചി മാറ്റി വെച്ച ഇത് ഇങ്ങനെ പതഞ്ഞൊക്കെ വന്നു തുടങ്ങി. അതോടെ നോക്കി കണ്ട പത വന്നുണ്ട്, പതയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇത് എത്ര മിനിറ്റ് വെച്ചേക്കണം ചു? 15 മിനിറ്റ് വെച്ചേക്കണം. കരിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പൊ ഈ 15 മിനിറ്റ് വെച്ചേക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ കഴിച്ച് ഏകദേശം വറ്റാറായി. മിക്കവാറും ഞാൻ തൊണ്ട കൊട്ടി ചാവും. തീ പറടാ. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഈ നമ്മുടെ ഈ വെസലില്ലേ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഗൈസ് നമ്മള്. അപ്പൊ ഇനി എന്തൊക്കെ ചെയ്യും അത് നമുക്ക് കാണിച്ചു എന്തിനാണെന്ന് എനിക്കറിയാം ഗൈസ്. മൈദാമാവ് നന്നായി തുടച്ച ഒരു പാത്രത്തിലേക്ക് ലേശം മൈദ നമ്മൾ തട്ടും. നെക്സ്റ്റ് ഇതെന്തിനാണ്? ഉപ്പാ. കോൺഫ്ലവർ എടുത്തിപ്പോ പൊട്ടിക്കുന്നുണ്ട്. അവ എല്ലാരും കോൺഫ്ലവർ ആഡ് ചെയ്യൂല, പക്ഷെ അവന് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതാണ് ഒരു ക്രൈസ്. അപ്പൊ എന്തുണ്ടാക്കിയാലും അതിലൊരു കോൺഫ്ലവർ കാണും. അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും ഒരു കോൺഫ്ലവർ ഇട്ടു, അത്ര തന്നെ ഗൈസ്. എത്ര സ്പൂൺ കോൺഫ്ലവർ ഇടണം? 2 സ്പൂൺ. ഓക്കെ, അപ്പൊ 2 സ്പൂൺ കോൺഫ്ലവർ
നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലൊരു സമാധാനത്തിൽ. അപ്പൊ കോൺഫ്ലോറുമായി, മൈദയായി, കുറച്ച് ഉപ്പുമായി ഗൈസ്. അപ്പൊ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതാ ഇതിൽ സോസിലോട്ട് പുരട്ടാനുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു കൂട്ടും അവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. താഴെ പോയി ഇത് ജാറിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ബാക്കി അവൻ മുകളിൽ കൊണ്ടുവരും. ഇവിടെ താഴെ മുകളിൽ മിക്സിയില്ല, അപ്പൊ താഴെ പോയിട്ട് അവ എല്ലാം റെഡിയാക്കി കൊണ്ടുവരും ഗൈസ്. പിന്നെ അനിയൻ താൻ മിക്സിയിലിട്ട് പതച്ച് അടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വഴി നമുക്ക് കാണാം. ഇതാ വീണ്ടും പാനിലേക്ക് ഒരു സ്പൂണിലെ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് എല്ലാം നമ്മൾ അതിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി എന്തിനാണ് പരിപാടി നോക്കാം. അപ്പോഴത്തേക്ക് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാശ്മീരി എടുത്തിട്ട് ചെറിയ ഒരു കളർ, ചെറിയ ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നു ഗൈസ്. അപ്പൊ വാട്ട് പ്രൊഫഷണൽ ഗൈസ്. ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇടുന്നു. ഇട്ട് അപ്പൊ ഒരു പുളിപ്പും ഒരു ഉപ്പും ഒരു മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ലടാ, അല്പം എരിവും എല്ലാം കൂടെ ഉള്ള 5 എതിരിങ്ങൾ പോലെ 5 ടൈപ്പ് നമ്മളെ സ്വാദുകൾ ഈ ഒരു കൂട്ടിലൂടെ എന്റെ അനിയൻ തയ്യാറാക്കി എടുത്തു ഗൈസ്. ഒരു സ്പൂൺ നമുക്ക് ഇനിയിപ്പോ ഒരു സ്പൂൺ സോസ് ഒഴിക്കാം. സോസ് എന്നിട്ട് അതും കൂടെ ഇട്ട് നല്ല തീ കൂട്ടിയിട്ട് നല്ല മിക്സ് ചെയ്ത് തിളപ്പിച്ചങ്ങ് എടുക്കണം. അപ്പൊ നമ്മളുടെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഇത് റെഡിയായി. ഈ ഒറിഗാനോയാണ് നമ്മളെ എല്ലാം എന്ന് പറയാം ഗൈസ്. ഇതിന്റെ ആക്ച്വൽ ടേസ്റ്റ് വരുന്നത് ഈ ഒറിഗാനോ വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്തിപ്പുരം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം ഒരു നല്ല കട്ടിയാവണം ഇല്ലേ. ചൂട്ടി താങ്കൾ സന്തോഷവതിയാണോ എന്ന് പിസ്സ ഉണ്ടാക്കുന്നതിൽ? ഓ തിന്നാലേ എന്ത് പിസ്സ മുറിച്ച് എന്തിനാ അവിടെ നേരത്തെ കരഞ്ഞ്? അവിടെ നേരത്തെ കരഞ്ഞ തരാതെയാണ് ഈ പിസ്സയ്ക്ക് വേണ്ടി. ഗൈസ് നിങ്ങൾ പറ, അവക്ക് പിസ്സ ഉണ്ടാക്കാതെ ഈ മാമ ഇരുന്ന് കളിക്കുന്നത് ശരിയാണ്? അവള് കരഞ്ഞ് നിലവിളിച്ചപ്പോ മാമ താനെ വന്നിരുന്നത് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് ഉളുപ്പിന് വേണ്ടിട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ നമ്മൾ കുറച്ച് ഒരല്പം പുളിപ്പിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് വിനീഗർ ഒഴിച്ചു. ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഈ തിക്നെസ് മതിയല്ലേ? ഓക്കെ. അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഇതാവും. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോഴത്തേക്ക് നമുക്കത് അതിൽ തേക്കാൻ നല്ല എളുപ്പമായിരിക്കും. അടുത്ത ഒരു വീഡിയോ നമ്മൾ കുക്കിംഗ് ചെയ്യും. എന്റെ അനിയന്റെ സ്പെഷ്യൽ പാനിപ്പൂരി ഗൈസ്. അപ്പോഴേ എനിക്ക് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പാനിപ്പൂരിയുടെ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റെസിപ്പി പറഞ്ഞു തരും. ഓക്കെ, എന്തിനാണ് പരിപാടി? നാളെ സ്കൂളിൽ പോവല്ലേ? കണ്ട അലിച്ചുന്റെ മുഖം മാറിയത് കണ്ട, മങ്ങിയത് കണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്താണ് ലിച്ചുകുട്ടി? അടുത്ത പരിപാടി മാവ് കുഴയ്ക്കാൻ പോകുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? നമ്മുടെ ഈസ്റ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടോ. നല്ല കറക്റ്റ് പരുവല്ലേ? നല്ല ഐസിന്റെ മണമൊക്കെ അടിക്കണം ഗൈസ്. ഈസ്റ്റ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പരുവായി എന്ന് വിശ്വസിക്കുന്നു. എന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം പരുവായോ വരുവായോ എന്നല്ല. ഇങ്ങനെ പോട്ട് എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ തറയിൽ പോയനെ. ഡെക്കറേഷൻ എല്ലാം ഇപ്പൊ തറയിൽ പോയനെ. അപ്പം മൈദാമാവ് ഇട്ട് അവന്റെ ഡെക്കറേഷനുള്ള കോൺഫ്ലവർ ഇട്ട് ഇതിന് വീണ്ടും പോയി അടുത്ത മൈദാമാവ് എടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു പിസ്സയൊന്നും തികയില്ലല്ലോ, അപ്പൊ 2 പിസ്സെങ്കിലും ഉണ്ടാക്കണ്ടേ. അതിനുവേണ്ടി വീണ്ടും നമ്മൾ മൈദാമാവ് 1 കപ്പും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഉപ്പിട്ടില്ല. എന്താണ് ഷെഫെ ഇങ്ങനെ തെറ്റിച്ചാലോ? ഉപ്പില്ലാത്ത പിസ്സ തിന്നേണ്ട അവസ്ഥയാണ്. അങ്ങനെ നമ്മളിതാ ഉപ്പിട്ട് മൊത്തം തട്ട്. നമ്മളത് കൈവച്ച് തന്നെ നല്ല ആ ബാറ്റർ നല്ല
സെറ്റ് ചെയ്തെടുക്കണം. നമ്മളെ പവിക്കുട്ടനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല കുഴച്ചങ്ങോട്ട് നമ്മൾ എടുക്കണം. അപ്പൊ നമ്മളെ മാവ് നമ്മൾ നല്ല ഇതായിട്ട് അല്ലേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണ നമ്മൾ മുകളിലോട്ടൊന്ന് തടാം. ജസ്റ്റ് എണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണ തേച്ച് കുറച്ച് നേരത്തേക്ക് എത്ര മണിക്കൂറത്തേക്ക് വെച്ചേക്കണം? ഒരു 1-2 മണിക്കൂർ വെച്ചിരുന്നാൽ നല്ല. 2 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ? ഓ അൺസഹിക്കബിൾ. ഒരു 2 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്താലേ നമുക്ക് പിസ്സ റെഡി ആവുള്ളൂ. എന്നാലേ ബാറ്റർ പൊങ്ങി വന്നാലേ സോഫ്റ്റ് ആവുള്ളൂ. സോഫ്റ്റ് ആയില്ലെങ്കിൽ മടല് കണക്കിരിക്കുന്നു. ഞാൻ വീട്ടിലൊരു ദിവസം ഉണ്ടാക്കി, തേഞ്ഞു പോയി, പൊളിഞ്ഞു പോയി. അങ്ങനെ പിന്നെ എന്റെ ചേട്ടൻ പറഞ്ഞു, ഇനി മേലെ പിസ്സ നീ വീട്ടിൽ ഉണ്ടാക്കില്ല, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ. അപ്പൊ എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബാറ്റർ പൊങ്ങി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ നമ്മൾ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് ലിച്ചുകുട്ടി നിനക്കൊരു വാർണിംഗ് തരേണ്ട. ഇതിന്റെ അകത്ത് നീ ഇത് തുറന്നിട്ട് നീ തൊട്ട് നോക്കിയാ നിനക്ക് ഇടിയാണ്. ലാസ്റ്റ് പിസ്സ ഇവിടെ ഉണ്ടാക്കിയപ്പോ പൊളിഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ കണ്ടുപിടിക്കില്ല വിചാരിച്ചല്ലേ. അപ്പൊ നമ്മുടെ ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫോയിലൊക്കെ വെച്ച്, ഇതെന്തൊരു ഫോയിലാണ്? എന്തൊരു ഫോയില്. ആ ഫോയിൽ വെച്ച് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആരും ഇതിൽ കൈ കടത്താതെ നമ്മള് നോക്കണം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ റെസ്റ്റ് ഫോർ 2 minutes. ആഫ്റ്റർ ഐ വിൽ അറ്റാക്ക്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇതും മസാലയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറായിട്ട് റെഡിയാക്കി വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ആ 2 മണിക്കൂർ കവർ ചെയ്യണ്ടേ, നന്നായിട്ടൊന്ന് ഉറങ്ങി. ഇതിൻ്റെ ഇടയിൽ വെച്ച് വന്ന് അരമണിച്ചെന്നാലും ബാക്കി പിസ്സ എന്തിനാണെന്ന് കാണിച്ചു തരാം. ഞാൻ പതുക്കെ സംസാരിക്കും, ഇവിടെ എല്ലാം പൂട്ട് ഉറക്കും, ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പൊ എന്തായാലും ബാക്കി ഇതെന്തിനാണെന്ന് കാണിച്ചു തരാം. അതൊന്നും കാര്യം പറയട്ടെ, ഞാൻ പൂട്ട് ഉറങ്ങുന്ന സമയത്ത് അവർ അടുക്കളയിൽ വന്ന് എല്ലാം വൃത്തിയാക്കി എല്ലാം അരിഞ്ഞ് സൂപ്പറാക്കി വെച്ച്. അതാണ് ഒരു പെണ്ണും തമ്മിൽ വ്യത്യാസം. ഇത് നമ്മളെ മാവ് നല്ല ഫെർമെൻ്റായി നല്ല പൊങ്ങി. നമ്മൾ എടുത്ത കുറച്ച് മാവായി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത്, പക്ഷെ അതിപ്പോൾ നല്ല ഫെർമെൻ്റായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ്. പിന്നെന്താ, ഞാൻ പൂട്ട് ഉറങ്ങിയ സമയത്ത് അവൻ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ട് പല ചീസ് പൊങ്ങി തീർക്കാം. അവൻ സ്വയം അവനെ പോയിട്ട് കൊണ്ടിരിക്കുകയും അമൂലിന്റെ ചീസാണ് ഗൈസ്. ചീസ് നമുക്ക് ചെറിയ ഇതാക്കി അത് സ്ലൈസിന് എടുക്കണം. നമ്മൾ ചീസ് സ്ലൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ലൈസ് ചെയ്യണവർ സ്വന്തം വിരലുകൾ ഭംഗിയായി സൂക്ഷിക്കുക. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഗൈസ്, ഞാൻ ആവേശത്തിൽ നല്ല പുതിയ ഉരയ്ക്കുന്ന വീട്ടിലുണ്ട്, ഉരച്ചു കൊടുത്ത് ഈ കൊച്ചു വിരലില്ലേ എടുത്ത മുഴച്ചു കൊടുത്ത് ഒരാഴ്ച കൊണ്ട് നടന്നു. അപ്പം ഉരയ്ക്കുന്നത് ജാഗ്രത. കാണുമ്പോഴേ തിന്ന് എനിക്ക് വയ്യ, ഞാൻ ഇന്ന് തിന്നിട്ട് ചാവും. പിന്നെ ഗൈസ്, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഇത്രയും ബിൽഡപ്പിൽ നമ്മളിതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പിസ്സ തേഞ്ഞു പോകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ ഗൈസ്. നോക്കാം, ഫ്രയറിന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നല്ല ഒരു നീല ഉടുപ്പൊക്കെ ഇട്ട് നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഫ്രയർ നമുക്കൊന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഒന്ന് മെക്കാനിക്കായിട്ടൊന്ന് കാണിച്ചാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മൊത്തത്തോടെ നീങ്ങിയിരുന്ന് അവൻ കറക്റ്റായിട്ട് നീക്കിയെടുത്ത്. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നോക്കാം. ഗായ്സ്,
വീഡിയോ എടുക്കണോണ്ട് അവൻ പുതിയ ബ്രഷ് ഒക്കെ ഗായ്സ് ഇല്ലെങ്കിൽ കൈയിട്ട് അമ്മണം ഇപ്പതാ ബ്രഷ് കൊണ്ട് വന്നു. ആ കണ്ടിന്യൂ. നമ്മൾ മാവെടുക്കുന്നു, ഇതിന്റെ ഇത് മാറ്റുന്നു, മാറ്റുന്നു. മാവിന്റെ ഓക്കെ. നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫെർമെന്റേഷൻ ആയതുകൊണ്ടാണ് അത് സെറ്റായില്ലേ? നല്ല കാണുമ്പോ കൊതി പറഞ്ഞു തിന്നാനും കൂടെ കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ വിളമ്പി വെച്ച് സദ്യ വിളമ്പി വെച്ചിട്ട് തിന്നല്ലേ തിന്നല്ലേ എന്ന് പറയുന്നത് കഴിപ്പോയത്. നമുക്കിത് രണ്ടായിട്ട് ഭാഗിക്കേണ്ടി. നമ്മള് ഇനി രണ്ടായിട്ട് നമ്മൾ ഭാഗിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇത് രണ്ടായിട്ട് മുറിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഇത് അല്ലേ? ഇവിടെയാണ് അതിന്റെ ഇതിൽ കിടക്കണം. ഇങ്ങനെ ഈ കൈ വെച്ച് ഇങ്ങനെയൊക്കെ അഭ്യാസം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇവർ പറ്റിച്ചു കഴിച്ചു. ഞാൻ വലിയ വലിയ പ്രഷർ എടുത്തതെന്നാണ്. ഇതൊക്കെ പാത്രമൊക്കെ മാറ്റി കുറച്ച് ഓയിലരിലും കാര്യം ചോദിച്ചു. ഈ പീസ് മുഴച്ചിരിക്കുന്നു. ഇത് നടുക്കിങ്ങനെ ഈ ഫ്രയറിലേക്കുള്ള പാത്രം വാങ്ങിച്ചില്ല. അപ്പൊ യാതൊരു പാത്രം അങ്ങനെ കളിയാക്കി. നമ്മൾ തിന്നാൻ പോകുന്നത് അടപ്പ് പിസ്സ. ഓക്കെ, അടപ്പ് പിസ്സയാണ് ഇന്ന് തിന്നാൻ പോകുന്നത്. ഇനി കുറച്ച് ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദ മാവ് നമുക്ക് ഊറ്റി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇത് വെച്ച് പയ്യെ നമുക്ക് പരത്തി എടുക്കുക. എപ്പോഴും പിസ്സയുടെ സൈഡ് ഭാഗം കട്ടിയായിട്ടിരിക്കും. അപ്പോഴേ ബാക്കി ഭാഗം എനിക്കൊന്ന് മിസ്സായി. കാരണം എന്റെ കവിക്കുട്ടൻ അങ്ങനെ എണീച്ചിരിക്കുന്നു പിസ്സ ഉണ്ടാക്കാനായി. അപ്പൊ എന്താക്കി ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടപ്പ് പിസ്സയാണ്. അതുകൊണ്ട് പൊങ്ങി മുളച്ച് കഴിഞ്ഞ് എല്ലാവരും ക്ഷണിക്കണം. ഇനി ഇതിൽ നമ്മൾ മാമച്ചി അടപ്പ് പിസ്സ ഉണ്ടാക്കാൻ പോകണം. ഇനി നമ്മൾ ഫോർക്ക് വെച്ച് കുറച്ച് കൂട്ടി കൊല്ലടാ കൊല്ലി. കാരണം ഒരുപാട് ഇതാവാതെ ഇതിന്റെ അതിന്റെ തങ്ങി നമ്മളത് ഞാൻ പഠിച്ചു. അപ്പൊ ആ ഗ്രേവി എല്ലാം നമ്മൾ ഇതിൽ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഓക്കെ എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് അരച്ച് മുറിച്ച് നമ്മൾ കുത്തുന്നത്. നമ്മുടെ ചീസ് റെഡി, മിക്സ് റെഡി, അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ റെഡി, എല്ലാം റെഡി. ഇനി തിന്നാൻ മാത്രം മതി. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ഞാൻ വിട്ടത് ചിക്കൻ. ഞാനില്ല ചിക്കൻ ഞാൻ ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിക്കൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തിട്ടാ മറച്ചിടരുത്. നമ്മുടെ ഗ്രേവി ഗ്രേവിക്ക് എടുക്കുന്നു. നമ്മൾ അത് തേക്കുന്നു. ഓ നന്നായിട്ട് തേച്ച് 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 നമ്മൾ കുടിക്കുന്നു. ജ്യൂസ് പൊടി കർണാടക പെട്ടെന്ന് ആവറ്റ് ഉണ്ടാക്കാതെ പെട്ടെന്ന് വരും. തിന്നാൻ വേണ്ടി ഒരു ചേച്ചി എന്റെ കേക്ക് ഇതാണ് ഗൈസ്. മൊസറല്ല ചീസ് നമ്മൾ ചീസ് മൊസറല്ല അല്ല അമൂലിന്റെ ചീസ് മൊസറല്ല ചീസ് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള ചീസിലൊക്കെ തിന്നാ മതി. ഇനി നമ്മൾ ചിക്കൻ ചിക്കനായിട്ട് നമ്മൾ പറപ്പിക്കുന്നു. ക്യാപ്സിക്കം അമ്മ എന്റെ മൈക്കൊക്കെ പകുക്കൂട്ടം എന്താ വലിക്കും തിരിച്ച് വെള്ളത്തിൽ കിടക്കും. ക്യാപ്സിക്കം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലോട്ട് പറക്കി വെക്കുന്നു. എന്നിട്ട് കുറച്ച് തക്കാളി ആയിട്ട് നമ്മൾ സ്റ്റഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ മണ്ടലോട്ടൊന്ന് വെക്കുന്നു. വാട്ടർ റീച്ച് റീച്ച് നമ്മൾ സൂക്ഷിച്ചിടത്തിലേക്ക് കൈ വെന്തിരിക്കുന്നതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫ്രയറിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്, അതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് പരിപാടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. പത്ത് സെറ്റ് ചെയ്യുക. 150 ഡിഗ്രി വേണം. ടൈം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അവനൊരു ഡൗട്ട് ഇല്ല, 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സക്സസ്സായി ഇന്ന് നല്ലൊരു ഫുഡ് തിന്നാമെന്ന് ഞാൻ കരുതുന്നതായിരിക്കും. ഇനി ഇത് സൂക്ഷിച്ചെടുക്കണം, കാരണം ഇപ്പം പുതിയതായത് ഉറങ്ങില്ല. അപ്പോൾ കയ്യിൽ ചൂടുന്നതാണ്. Happy birthday to me. Happy birthday to me. Happy birthday to me. രണ്ടാമത്തെ പീസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ചീസി ഒക്കെ ആയിട്ടാണ് അവൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗൈസ്. എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പിസ്സ പ്രിപ്പറേഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. എന്തായാലും നല്ല സൂപ്പർ പിസ്സയായിരുന്നു. നമ്മൾ വിചാരിച്ചു അത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറേ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ എന്ന് പറയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. എന്തായാലും സൂപ്പറായി. ഞാൻ തള്ളനല്ല, സത്യമായിട്ട് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ വല്യമ്മ എന്തായാലും ഈ വീഡിയോ വല്യമ്മയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സൂപ്പറായിട്ടുള്ള ഒരു ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. അപ്പോ till then, bye.